നോക്ക് അന്നാജ് എന്താ ഉണ്ടാക്കണേടി? എന്താ അച്ചാറ ഉണ്ടാക്കണേ? ഇവിടെ കുറെ പാത്രങ്ങളൊക്കെ നിരന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എടുത്തേക്കാം. ഇതൊക്കെ നമുക്ക് എടുത്തേക്കാം. അച്ചാറുണ്ടാക്കാണ്. ഒറ്റക്ക് കട്ട് ചെയ്തതല്ലേ ബീട്രൂട്ട്? ബീട്രൂട്ടൊക്കെ ഒറ്റക്ക് കട്ട് ചെയ്ത് നല്ല കുട്ടി ചെയ്താണ്ട് എനിക്കിപ്പോൾ ആരാണെങ്കിൽ കാരണം എൻ്റെ ഒരു ഇഷ്ടത്തിന് ഉണ്ടാക്കാനൊരു അവസരം എനിക്ക് തരികയാണ്. മനസ്സിലായോ? ഇത് ഉണ്ടാക്കുന്ന പറഞ്ഞോണ്ട് കേട്ടോ റെസിപ്പികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരൂലേ? എന്നാ പറയൂ. ആദ്യം എന്താ ചെയ്യേണ്ടത് പറയൂ. ചട്ടി ഉണങ്ങണം അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായി. അതാണ് വാല് നീക്കി കിട്ടോ. വാല് നീക്കി വെച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്. മനസ്സിലായോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞോണ്ടാ? എണ്ണ ഒഴിച്ചെടുക്കുക. ഇത് എത്രാം ക്ലാസ്സിലാണ് പറഞ്ഞെടുത്താ? 6ാം ക്ലാസ്സിൽ പറ. ചട്ടിമ വെക്കണ്ട. ഇനി നമ്മൾ മതി മതി. ഇനി അടുത്തത് ഇത് എഡിറ്റിംഗ് ഇല്ലാത്ത വീഡിയോ ആയിരിക്കും കേട്ടോ. ഒരുത്തം നേരത്തെ ഉള്ളിവട ഉണ്ടാക്കിയതാണ്. അതിമ്മ കൂടെ കാക്കിന് ഒത്തിരി പോയില്ലല്ലോ റബ്ബേ മൈദ. കടുകിടുന്നതിന് മാറണോ? കുറച്ചധികം അത്ര ഇടുള്ളൂ. എൻ്റെ ശൈലിയിലുള്ള അച്ചാർ അങ്ങനെ ഉണ്ട് നോക്കാനാട്ടോ. എന്നെ ഞാൻ ജോലി എടുപ്പിച്ചിനെ. അത് പൊട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പിന്നെന്താ ഇടുക? ഞാനൊന്നും പറഞ്ഞു തരില്ല കേട്ടോ. എനിക്കറിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അടുത്തായിട്ട് മുളകും പൊടി കേട്ടോ. ഇത് എൻ്റെ റെസിപ്പി അല്ല. ഇത് ഇവളുടെ റെസിപ്പിയാണ്. ഇവിടെ നാൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല രസം തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ദിവസം ഞാൻ ചോറ് കഴിച്ചിട്ടോ. അവൾ ഉണ്ടാക്കിയത് അച്ചാറും കുട്ടിയാണ്. അപ്പം വെളുത്തുള്ളിയും കറിവേപ്പിലയും ചട്ടി കിടന്ന് മൊരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ? അത് മുളകും പൊടി ഇട്ട് മൊരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവളുടെ ഒരു റെസിപ്പിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുളകും പൊടി എത്ര ഇടല്? പിന്നെ എന്തൊക്കെ ഇടല്? ഉപ്പിടണം. കൂടെ ചാർജ് തീരുമ്പോൾ ഉപ്പിട്ടു. ഇനി അടുത്തത് മറക്കരുത് കേട്ടോ. മറന്നു കഴിഞ്ഞാൽ പോളി പോകും. അങ്ങനെ വെച്ചാൽ ഇനി അടുത്തത് അത്ര സുർക്ക വരുള്ളൂ. കുറച്ച് പാരാത് പിന്നെ വെച്ചെടുക്കല. ഇവർക്കൊക്കെ പിന്നെ കുക്കിങ് നല്ലോണം അറിയിട്ടോ. അമീനെടുക്കാൻ മണം വന്നപ്പോൾ ഒത്തിരി വന്നിക്കണോക്കി അമീൻ ഗ്യാസും കുറ്റിമ കയറാൻ ഇറങ്ങിടുന്നേ. അമീനെ അച്ചാർ എനിക്ക് എരിവില്ല. അച്ചാർ ഇഷ്ടമല്ലല്ലോ. അതോ ബീട്രൂട്ട്? ഇത് മഞ്ഞ കളറാണോ? മസാല കുറഞ്ഞു. പിന്നെ കണ്ടപ്പോൾ മസാല കുറച്ചോ? മുളകും പൊടി ഇടണോ? ഇനി എന്തായാലും മഞ്ഞൾ ഇടണ്ടത്? മഞ്ഞൾ ഇട്ടാൽ രസം ഉണ്ടാവില്ല. മഞ്ഞൾ ഇട്ടാൽ രസം ഉണ്ടാവില്ലല്ലോ. എന്നാൽ മുളകും പൊടി കുറച്ചിട്ടാലോ? എന്താ കുഴപ്പമുണ്ടോ ചോദിച്ചാൽ കുഴപ്പം തന്നെയാണ്. ഇത് പിന്നെ നല്ലൊരു റെസിപ്പി ഉണ്ടാക്കും പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാതെ നിൽക്കുകയാണ്. ഏതായാലും എൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ട് നോക്കട്ടെ വിചാരിച്ചു. സുർക്ക പറഞ്ഞത് ഒരു ഇത്തിരി കൂടി പാരല്ലേ? ഇനി എന്താ ഇടുക? ഇളക്കി കൊടുക്കല്ലേ? ഉപ്പുണ്ടാവും നോക്കട്ടെ. മണം വന്നിട്ട് നിൽക്കാൻ വെച്ചില്ല. എന്നെ ആരതൊക്കെ പഠിപ്പിച്ചെന്നേ? ഒറ്റക്ക് പഠിച്ചതാ? നല്ല സൂപ്പറായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടത്. എനിക്ക് കൊതിയാവുന്നുണ്ട്. അമീനത്തെ എന്താ പറയല്ലേ? അമീനെ അമീൻ എന്താ പറയല്ലേ? വേവണേൻ്റെ ഇടക്കൊന്ന് തിന്നു നോക്കിയാലോ? എന്നാൽ കുറച്ചും കൂടി ഉപ്പിടണം. സൂപ്പറായിട്ടുണ്ട്. അതൊന്ന് വന്നോട്ടല്ല എന്നാ ഇന്നെ തിന്നാലേ അല്ലേ? എന്നൊക്കെ തിന്ന് തീർക്കാനുള്ളതാ. ഇത് ഒത്തിരി മധുരട്ട് അങ്ങനെ ഉണ്ടാവും. ഒരു തുള്ളി പഞ്ചസാര ഇടണം. ആ ഉറുമ്പുള്ള പഞ്ചസാര കൊണ്ട് കൊണ്ടുവന്നാ അതിൽ ഉറുമ്പ് കാര്യമില്ല. ഞങ്ങൾ നേരത്തെ തുറന്നു വെച്ചിട്ട് ചുമ വരുന്നുണ്ട്. മതി മതി. ഞാൻ പറയല്ലേ? ഒരു നിയന്ത്രണം അല്ലാതെ ഒരു അച്ചാറുണ്ടാക്കിയാൽ മതി നമുക്ക്. ഉപ്പിട്ടോ? കുറച്ച് വളരെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്കങ്ങനെ തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടെടുത്തു. ഇതിനു മുമ്പ് ഒരു നെല്ലിക്കച്ചാറും ഉണ്ടാക്കിനി. അത് അടിപൊളിയാണ് കേട്ടോ. എന്താ പറയണ്ടേ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. മുളകും പൊടി മാത്രം ഇട്ടിട്ട് നല്ലൊരു ഐറ്റം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പറയാൻ വാക്കുകളില്ല. എല്ലാവരും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, ഷെയറും കൂടി ചെയ്യുക. അച്ചാറങ്ങോട്ട് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നേക്കാം. ഞാൻ ഫുള്ള് വയറ് നിറച്ച് കഴിച്ചാൽ പിന്നെ എനിക്ക് തോന്നിയത് ഒരു വീഡിയോ എടുക്കണമല്ലോ, അച്ചാറ് കൂട്ടി കഴിക്കണം. എന്നാൽ 2ാം ട്രിപ്പ് അങ്ങോട്ട് വെയിച്ചാന്ന് കരുതി. അങ്ങനെ വെയിക്കണതാണ് ഈ ബീട്രൂട്ട് അച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്താ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റണില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അതിന് എൻ്റെ മോളുണ്ടാക്കിയോണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഞാൻ നല്ലോണം ചോറങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ.
ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ദിവസം വലിയ നെല്ലിക്കച്ചാർ ഉണ്ടാക്കിനി കേട്ടോ. ആ നെല്ലിക്കച്ചാറിൻ്റെ വീഡിയോ ഞാൻ അവരോട് എടുക്കാൻ പറഞ്ഞ വീഡിയോൻ്റെ കോലതാണ് എടുത്തതൊക്കെ ഒരു സെക്കൻഡ് വെച്ച് എടുത്തിക്കണേ. ഏതെങ്കിലും നെല്ലിക്ക കട്ട് ചെയ്ത് കണ്ട് തിളപ്പിച്ച് ഊറ്റിയൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളം മാറ്റി വെച്ചിരിക്കാൻ കേട്ടോ. അന്നോലി ചെയ്തതിന് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. നെല്ലിക്കച്ചാർ അന്നത്തത് ഏതെങ്കിലും പൊളിയേനി, ഇന്നത്തതും പൊളിയാണ്. എടുത്ത വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുക്കണു. എന്താ ഇങ്ങനെ എടുത്തുക്കണേ? ഏതെങ്കിലും ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയിൽ കാണാം.